നീയാ എന്താടാ? ഞാൻ പിള്ളേർക്കൊക്കെ ചെറിയ ചെറിയ വെറുതെ കാണാൻ വേണ്ടി ഇങ്ങനെ. അതെന്താ ഉണ്ണികളെ ഒരു കഥ പറയാ സിനിമയോ കൊറേ ഉണ്ടല്ലോ. ഉടായ്പതാണോ? ഉടായ്പൊന്നുമല്ല, ഞങ്ങള് ചെറിയച്ഛനടുത്ത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ആ നീയുണ്ടാ? നല്ല മതിലി ചേട്ടൊക്കെ ഞാൻ അറിഞ്ഞൂട്ടാ. കോച്ചൊന്നും പറയാറായിട്ടില്ല. നല്ലോണം പ്രാർത്ഥിച്ചോട്ടാ, കിട്ടിയ ലോട്ടറിയാ. പ്രാർത്ഥിച്ചോ. നല്ല കഴിവുള്ള പിള്ളേരെ ചെറിയ ഞങ്ങൾ ഇത്രയും ദൂരം വന്നല്ലേ ചെറിയ. നീ എന്തീ പറയണേ? ഈ പീക്കിരി പിള്ളേരെ ഞാൻ കോച്ചിങ് കൊടുക്കാനാ? നീ എന്താ ആളെ കളിയൊക്കെ ഇതിനാണ് ഈ പിള്ളേരെ കൊണ്ട് ഇത്ര ദൂരം വന്നത്? നീ അവരെ കൊണ്ടാക്കിയേ. അയ്യോ അങ്ങനെ പറയല്ലേ ചെറിയ, ഞാൻ വാക്ക് കൊടുത്തു പോയി. ആർക്ക്? പിള്ളേർക്ക്. എന്നോട് ചോദിക്കാണ്ട് വാക്ക് കൊടുക്ക. നീ ആര്? എന്റെ ഭാര്യയോ? അല്ല. എന്തടത്തൊക്കെ ക്ഷാമേ? അസോസിയേഷനിൽ എന്നിട്ട് കേസ് നടക്കണ സമയാ. അതിന്റെ ഇടയിൽ എന്നിട്ട് ഒന്ന് പോയേ നീ. അയ്യോ വിജയേട്ടാ ചതിക്കില്ല പ്ലീസ്. നമ്മുടെ നാട്ടിലെ പിള്ളേരാ. അതിന് ഞങ്ങൾ സ്പോൺസർ ചെയ്യാന്നും പറഞ്ഞ് ഏറ്റുപോയി. നല്ല പാവം പിള്ളേരാ, നല്ല കഴിവുള്ള പിള്ളേരാ. വിജയേട്ടാ ഒന്ന് നോക്കി കണ്ട നിൽക്കണണ്ട മുള്ളും കെട്ടയില. തള്ളു. ഈ ചെറിയ സമയത്തിനുള്ളിൽ പിള്ളേരെ ട്രെയിൻ ചെയ്ത് കപ്പടിപ്പിക്കാൻ ചെറിയ ചെല്ലാണ്ട് ഇന്ത്യയിൽ ആർക്കും പറ്റില്ലെന്ന് ഉറപ്പാണ്. എന്നെ സൂപ്പിക്കണ. അയ്യോ എന്തിങ്ങനെ പറയണ? ഇങ്ങോട്ട് വന്നേ. നിങ്ങക്ക് ഞാനാരെന്നറിയോ? ഞാനൊരു പോലീസുകാരനാന്നറിയോ? പിന്നെ എന്തൊക്കെ അറിയാം? ഫുട്ബോൾ ഇതിഹാസത്തിൽ മർഡോണയോടൊപ്പം പന്തട്ടി ഏകദിന കളിക്കാരൻ അയ്യം വിജയൻ. സാഫ് ഗെയിംസിൽ ഭൂട്ടാനിനെതിരെ 12 സെക്കൻഡ് ഗോൾ അടിച്ച നമ്മളെ അയ്യം വിജയൻ സാർ. 3 പ്രാവശ്യം ഇന്ത്യയിലെ ബെസ്റ്റ് ഫുട്ബോളറായി സെലക്ട് ആയ മുത്ത അയ്യം വിജയൻ സാർ. ഇന്ത്യക്ക് വേണ്ടി 40 ഇന്റർനാഷണൽ ഗോൾ നേടിയ നമ്മുടെ ഏക കളിക്കാരൻ നമ്മുടെ സ്വന്തം കറുത്ത മുത്ത അയ്യം വിജയൻ സാർ. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ചോദിച്ചാ എങ്ങനെയുണ്ട് ഞങ്ങള് പിള്ളേര്? ഞാൻ എവിടെ മക്കളെ വരേണ്ടത്? കുറെ പണിയെടുത്തിട്ടുണ്ടോ? സംഭവമൊക്കെ ഓക്കെയാണ്, പക്ഷെ ഫുൾ ടൈം ഇവിടെ നിൽക്കാൻ പറ്റില്ല. വേൾഡ് കപ്പ് ഒക്കെ അല്ലേ, TV പ്രോഗ്രാം കുറച്ച് ഏറ്റിട്ടൊക്കെ ഉണ്ട്. കാര്യങ്ങളെല്ലാം അവന് അറിയാം. ബേസിക് ഒക്കെ അവൻ ചെയ്യണതല്ലേ. ഞാനേ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിയോളാം. ശരി എന്നാ ഓക്കെ, ബൈ ബൈ. എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യാ. ബൈ. കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. നമ്മൾ എത്ര പ്രാവശ്യം സെവൻസ് ഉദ്ഘാടനം ചെയ്യാൻ അയാളെ വിളിച്ചതാ, അയാൾ വന്നില്ലല്ലോ. ഇതെല്ലാം ചെയ്യുന്ന അബൂക്കാന്റെ മകൻ ഹിഷാമ. ഹാജരൊന്നും പറഞ്ഞില്ല. നമ്മുടെ വൈദ്യരുടെ മോന്റെ സ്ഥലമാ. വേണമെങ്കിൽ ഇതോടെ കളി നിർത്തിക്കാം. ഹാജിയാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എല്ലാ കളിക്കും ഒരു ഫൈനൽ ഉണ്ടാവും. വെയിറ്റ് ആൻഡ് വാച്ച്. അവിടെ ലൈനിൽ പോയി. അവന്റെ പേരെന്താ? ഉമ്മർ. ഓക്കെ. ഏത് പൊസിഷൻ ഇഷ്ടം? ഫോർവേഡ്. എത്ര വയസ്സായി? 9. ഓക്കെ. അവന്റെ പേരെന്താ? നൈനൂസ്. പൊസിഷൻ? ഫോർവേഡ്. എത്ര വയസ്സായി? 10. വെയിറ്റ്. അവന്റെ പേരെന്താ? കുഞ്ചു. ഏതാ പൊസിഷൻ? ഫോർവേഡ്. സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ ഓക്കെ. ലൈനിൽ പോയി. ക്യാപ്റ്റൻ. എന്താ പേര്? വിഷ്ണു. ഏതാ പൊസിഷൻ? ഗോളി. കൺഫ്യൂഷൻ ആയോ? ഓക്കെ, ലൈനിൽ പോയി. ഒരു മിനിറ്റ്. നൈനൂസ് അല്ലേ? വാ.
മോനാരെ ഞാൻ പറയാം കേട്ടോ, അവിടെ പോയിരുന്നു. ആദ്യത്തിന് അദ്വൈത്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവരൊന്ന് ബൂട്ട് കെട്ടാൻ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും മാച്ച് ചെയ്യും. നമ്മളിന്ന് കളിക്കുന്ന കൂട്ടത്തിൽ പാവുണ്ട്. എന്തു പറ്റി ഉമ്മൂസേ? എന്നെ കളിക്കാൻ കൂട്ടിയില്ല. എന്താ അറിയൂല. കോച്ച് എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല. ബാ നമുക്ക് ചോദിക്കാം. ആരോമലെ ഇവനെ ആരോമലെ ഉമ്മറിന് എന്താ ടീമിലെടുക്കാത്ത? ഇവൻ ചെറിയ കുട്ടിയല്ലേ, അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അണ്ടർ 14 അല്ലേ? അപ്പൊ ഇവനും കളിക്കാലാ. ഇക്കാന്റെ ശരീരം നോക്കിയേ, ഇത് വലിയ വലിയ പിള്ളേരാണ്. ഇങ്ങനെ ടഫ് ടൂർണമെന്റാണ് ഷംക. അവരൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിൽ റിയാക്ട് ചെയ്യാന്ന് പോലും പറയാൻ പറ്റില്ല. ഇതാരാ നിങ്ങളുടെ? നമ്മുടെ ഒരു അനിയനാടാ. ഇനി സമയമുണ്ട്, പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കാനാ. ആടോ മൂസേ, നീ വിഷമിക്കണ്ട, കോച്ച് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഉമ്മൂസ് ചെറുതല്ലേ, മല്ലന്മാരായ പിള്ളേരോടെ കളിച്ചു കേൾക്കാൻ ചിലപ്പോ ഉമ്മൂസിന് പറ്റൂല. എന്തേലും പറ്റിക്കഴിഞ്ഞാ അറിയാലോ. ഞാൻ വലിയ ടീമിന്റെ കൂടെ ഒക്കെ കളിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ലോക്കൽ മാച്ച് അല്ലേ, ഇത് പ്രൊഫഷണൽ ആയിട്ട് കോച്ചിങ് കിട്ടിയ പിള്ളേര് കളിക്കണ വലിയ ടൂർണമെന്റ് ആണ്. നീ വന്നേ, ഇക്കൊരു കാര്യം പറയട്ടെ. അടുത്ത വർഷം ഉമ്മൂസ് ഇച്ചിരി കൂടെ വലിയ ആളാവും. അപ്പൊ നമ്മുടെ 7 സ്റ്റാർ ടീമില് ഉമ്മൂസും ഉണ്ടാവും. നമുക്ക് കറങ്ങാൻ പോയാലോ? വാ, കേറ്, വണ്ടി കേറ്, വാ, ഉഷാറാവും, വാ. നമ്മളോട് ഒരാൾ പോലും ചോദിക്കാതെ അവരവിടെ ടൂർണമെന്റ് വെച്ചത്. സാധാരണ അതല്ലോ പതിവ്. ഗ്രൗണ്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അനുവാദം ചോദിക്കാറുണ്ടല്ലോ. ഇത് ആനപ്പറമ്പിൽ നടക്കുന്ന അവസാനത്തെ മത്സരമായിരിക്കും. അത് ഉറപ്പാടോ വക്കീലേ? ഇനി ഫിദയുടെ പേരിലായിരിക്കണം ഗ്രൗണ്ടും ക്ലബും. അടുത്ത മാസം ഫിദയുടെ നിക്കാഹാണ്. ഇനി ഒരുത്തനും അവകാശം പറഞ്ഞുകൊണ്ട് ഈ വീടിന്റെ പരിസരത്ത് വന്നേക്കരുത്. മനസ്സിലായോ വക്കീലിന്? ഞാൻ സൂഫി ഹാജി അല്ല, മകൻ അഹമ്മദാണ്. അവകാശം പറയുന്നവരൊക്കെ അവിടെ പോയി കേസ് നടത്തട്ടെ. വക്കീലേ, എന്റെ തീരുമാനങ്ങൾ പഴയതല്ല, പുതിയതാണോ?